പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി പരാതിക്കാരി. തനിക്ക് ജീവനിൽ ഭയമുണ്ടെന്നും പാസ്റ്റർ നേരിട്ടെത്തി ഭീഷണിപ്പെടുത്തിയെന്നും യുവതി ജനം ടിവിയുടെ ലൈവ് തോണിൽ പങ്കെടുത്തുകൊണ്ട് വെളിപ്പെടുത്തൽ നടത്തി. ബിനു വാഴമുട്ടത്തിന്റെ വീട്ടിലും ഫാം ഹൗസുകളിലുമാണ് കുട്ടികളെ പണിയെടുപ്പിക്കാനായി കൊണ്ടുപോകുന്നത്. ഗുണ്ടകളെയും ലഹരിക്ക് അടിമകളായവരെയുമാണ് സ്ഥാപനത്തിൽ ജോലിക്ക് വെച്ചിരിക്കുന്നതെന്നും ജനം ടിവിയുടെ ലൈവ് തോണിൽ യുവതിയുടെ വെളിപ്പെടുത്തൽ. തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിച്ചായിരുന്നു, മൊഴി എടുക്കണം, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് അത്യാവശ്യം, അതുകൊണ്ട് ഈ ആഴ്ച എങ്ങനെയും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പത്തനംതിട്ട ആ ഭാഗം പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അവരുടെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. അവർ ഒന്നാമത്തെ കാര്യം, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഗുണ്ടകളെന്ന് വേണം പറയാൻ. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് പാസ്റ്റർ ഇവിടെ കൊണ്ടു നിർത്തിയേക്കുന്നത്. ഹിന്ദു പശ്ചാത്തലം, മുസ്ലിം പശ്ചാത്തലം, പിന്നെ പഴയ രീതിക്ക് ലഹരിക്ക് അടിമകൾ, ഗുണ്ടായിസമായിട്ട് നടന്നവർ, അങ്ങനെയൊക്കെ നടന്നവരെയാണ് പാസ്റ്റർ ഇങ്ങനെ ഓരോ മീറ്റിങ്ങിലും പോയി പാസ്റ്റർ കൂടെ നിർത്തത്തില്ല എന്നല്ല, പക്ഷേ അവരാവശ്യം വന്നിട്ടുണ്ട് പാസ്റ്ററിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഇറങ്ങുന്നവരാണ്. കുട്ടികളും മുതിർന്നവരും എല്ലാം ഓൾഡ് ഏജ് ഹോമിൽ തന്നെയായിരുന്നു. പാസ്റ്റർ വീട്ടിൽ താമസിപ്പിക്കുന്നവരെ എനിക്കറിയത്തില്ല. രാവിലെ ആകുമ്പോൾ പിള്ളേരെ 17 വയസ്സിലേക്ക് കൊച്ചിനെല്ലാം രാവിലെ വിളിച്ചുകൊണ്ട് പോകും, പണിക്ക് വിളിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയിട്ട് നല്ല രീതിക്ക് പണി എടുപ്പിച്ച് വൈകുന്നേരം ആകുമ്പോൾ പിള്ളേർ മടുത്താണ് വന്നുകൊണ്ടിരുന്നത്. പാസ്റ്ററിൻ്റെ വീട് പണി നടക്കുന്നു. ഇപ്പം അടുത്ത ഓൾഡ് ഏജ് ഹോം സ്നേഹത്തണൽ എന്ന് പറയുന്ന ഒരു ഓൾഡ് ഏജ് ഹോം പണിയുന്നുണ്ട്. അങ്ങോട്ടേക്ക് മാറി കൊണ്ടുപോകും. ഫാം ഹൗസ് ഉണ്ട്, അങ്ങോട്ടെല്ലാം കൊണ്ടുപോകും. അത് എല്ലാവരും പിള്ളേർ വയ്യെങ്കിൽ പോലും, പിള്ളേർ പോകത്തില്ലെങ്കിൽ പോലും, വയ്യാന്ന് പറഞ്ഞാലും പിള്ളേരെ ഇരുത്തത്തില്ല. പിള്ളേരെ അതുപോലെ നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുപോകും. വളരെ ഞെട്ടിപ്പിക്കുന്ന ഗൗരവമായ ചില വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പരാതിക്കാരിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. സുബിലിലേക്ക് പോവുകയാണ്. സുബിൽ, ഈ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പൊതുസമൂഹത്തിന് മുന്നിൽ ആദ്യം കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകൻ സുബിനാണ്. പക്ഷേ ഇത്ര ദിവസങ്ങളായും പരാതിക്കാരി ഇതാ വീണ്ടും പറയുന്നു, പത്തനംതിട്ടയിൽ കാലുകുത്താൻ പോലും തനിക്ക് ഭയമുണ്ട് എന്ന് പറയുന്നത് ഈ പ്രബുദ്ധ കേരളം എന്ന് സ്വയം നടിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇരുന്നിട്ടാണ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ രീതിയിൽ തന്നെ ജാള്യത തോന്നും. പക്ഷേ വളരെ ഗൗരവമായ ഈ വെളിപ്പെടുത്തലുകൾ വീണ്ടും വന്നിട്ടും ഒരനക്കം പോലും, ഒരു ചെറുവിരൽ അനക്കം പോലും ചെന്നിത്തലയുടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇത്രത്തോളം നിർണായകമാണ് സാഹചര്യം. തീർച്ചയായും അത്തരത്തിലാണ്. നമ്മൾ ആദ്യഘട്ടം മുതൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്. ഈ പരാതിക്കാരിക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയുണ്ട്. അതുകൊണ്ട് മൊഴി രേഖപ്പെടുത്തുന്നതിനായി പത്തനംതിട്ടയിലേക്ക് വരുന്നതിന് അവർക്ക് വലിയ രീതിയിലുള്ള ഭയം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യഘട്ടം മുതൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ വലിയ ഇടപെടലുകൾ ഈ പരാതിക്കാർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ഗ്ലോബൽ ഇലോഹിം വർഷിപ്പ് സെൻ്ററുമായി ബന്ധപ്പെട്ട ആളുകൾ എത്തി വലിയ രീതിയിലുള്ള ഒരു വിദ്യുതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വാർത്തകളെല്ലാം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടും പോലീസിൻ്റെ ഒരു കൃത്യമായ ഇടപെടൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബിനു വാഴമുട്ടം എന്ന പാസ്റ്ററിന് വലിയ രീതിയിലുള്ള സ്വാധീനം നിലവിലെ സർക്കാരിൻ്റെ തലത്തിലും മുൻ സർക്കാരിൻ്റെ തലത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചില ഫോട്ടോകളിൽ തന്നെ നമുക്കും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വ്യക്തമാണ്. അതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ പരാതിക്കാരി ഗുരുതരമായ കൂടുതൽ ആരോപണങ്ങൾ ഈ പാസ്റ്റർക്കെതിരെ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു തുറന്ന പറച്ചിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഇന്ന് ജനം ടി വി നടത്തിയ ലൈവ് തോണിലാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പരാമർശിക്കുകയും ചെയ്തത്. അതായത് ഈ ഇലോംഹി പാസ്റ്റർ സെന്ററുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സ്നേഹത്തണൽ എന്ന വൃദ്ധസദനത്തിൽ കുട്ടികൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പീഡനം നേരിടുന്നുണ്ട് എന്ന് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കൊച്ചു കുട്ടികൾ, 2 വയസ്സുള്ള കുട്ടികൾ മുതൽ 22 വയസ്സ് വരെയുള്ള യുവാക്കൾ വരെ അവിടെയുണ്ട്. ഇവരെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിന് എന്ന പേരിലാണ് അവിടെ എത്തിക്കുന്നത്. നിലവിൽ ഈ കുട്ടികളെല്ലാം തന്നെ അവിടെ ഫാം ഹൗസിലും അതോടൊപ്പം തന്നെ ഈ ബിനു വാഴമുട്ടത്തിൻ്റെ വീട്ടിലും എല്ലാം എത്തിച്ച് ജോലി ചെയ്യിക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. ഇനിയും കുട്ടികൾ അവിടെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അത് പ്രായമായ ആളുകളെ പോലും ഇത്തരത്തിൽ പണിയെടുപ്പിക്കാൻ കൊണ്ടുപോകുന്നുണ്ടോ എന്നൊരു സംശയം എന്തായാലും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പോകാൻ വിസമ്മതിക്കുന്ന കുട്ടികളെ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും നിർബന്ധിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രധാനമായും ഈ പരാതിക്കാർ പറഞ്ഞത്, ഈ കുട്ടികൾ മടുത്താണ്, പല ദിവസവും മടുത്ത് വന്ന് കയറിയാൽ പോലും അടുത്ത ദിവസവും സമാനമായ രീതിയിൽ കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. നിലവിൽ പരാതിക്കാർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്നുള്ളത് ഈ ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മൊഴി രേഖപ്പെടുത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ ബിനു വാഴമുട്ടത്തിനൊപ്പമുള്ളത് ഒരു വലിയ ഗുണ്ടാസംഘമാണ് എന്നുള്ളതാണ് യുവതി, ഈ പരാതിക്കാരി പറയുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ വാർത്ത പുറത്തുവിടുമ്പോൾ ഒരു 17 വയസ്സുകാരനെ
മർദ്ദനമേറ്റ ആ സംഭവം ആണ് നമ്മൾ ആദ്യം വാർത്ത ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ള സിജോ എന്ന് പറയുന്ന ഒരു ജീവനക്കാരനുണ്ട്. ഈ ജീവനക്കാരനെതിരെ 40 കേസുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ പരാതിക്കാരിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾ ലഹരിക്ക് അടിമകളായിട്ടുള്ള ആളുകളെയും അതോടൊപ്പം ഇത്തരത്തിൽ ഗുണ്ട ജോലികൾ ചെയ്തിരുന്ന ആളുകളുമാണ് ബിനു വാഴമുട്ടത്തിനൊപ്പമുള്ളത്. പല സ്ഥലങ്ങളിലായി ഇവരെയാണ് ഈ ജോലിക്കായും ഇത്തരത്തിൽ ഈ ആളുകളെ നോക്കുന്നതിനായും ഒക്കെ നിയോഗിച്ചിട്ടുള്ളത്. അവർ ഈ ബിനു വാഴമുട്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കൊലപാതകം പോലും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തനിക്ക് വലിയ രീതിയിലുള്ളൊരു ഭീഷണി ഉണ്ട്. അതുകൊണ്ട് ഈ ഇലോഹിം പാസ്റ്റർ സെന്റർ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇലോഹിമിന്റെ ആളുകൾ കൂടുതലായുള്ള പത്തനംതിട്ടയിലേക്ക് പോകാൻ വലിയ രീതിയിലുള്ള ഭയമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ ബിനു വാഴമുട്ടും ഉൾപ്പെടെ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിച്ച് അല്ലെങ്കിൽ അത് മാത്രമല്ല, ഈ സ്ഥാപനത്തെക്കുറിച്ചും ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ പരാതിക്കാരി ഇപ്പോൾ ലൈവത്തോണിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. കുട്ടികളോട് കാണിക്കുന്ന ക്രൂരത ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ചെറിയ കൊച്ചു കുട്ടികൾ വരെ ആ സ്ഥാപനത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ നിർബന്ധിച്ച് കഠിനമായ ജോലികൾക്ക് കൊണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. ഈ ലഹരിക്ക് അടിമയായ ആളുകളടക്കം അവിടെ സ്റ്റാഫായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള മനുഷ്യത്വരഹിതമായ ചില കാര്യങ്ങൾ അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കൈയും കെട്ടി നോക്കി നിന്നാൽ സാധിക്കില്ല, അധികൃതർക്ക് ഇടപെട്ടേ മതിയാവും. അത്തരത്തിലൊരു ഇടപെടൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി വരുന്നൊരു ചോദ്യം. തീർച്ചയായും അത്തരത്തിലാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബിനു വാഴമുട്ടവുമായി ബന്ധപ്പെട്ട്, അതായത് ഉയർന്ന രാഷ്ട്രീയക്കാരുമായും മുൻ മന്ത്രിമാരുമായും നിലവിൽ മന്ത്രിപദം അലങ്കരിക്കുന്ന പ്രമുഖരുമായും എല്ലാം ബിനു വാഴമുട്ടത്തിന് വലിയ രീതിയിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ പരാതി ഈ പരാതിക്കാരി നിലവിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎസ്പിക്ക് പരാതി നൽകുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ 2 പരാതികൾ നൽകിയിട്ടും ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതായത് ബിനു വാഴമുട്ടത്തിനെ ഒന്ന് ചോദ്യം ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ പോലും പോലീസോ ആഭ്യന്തര വകുപ്പോ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. അത് കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള അട്ടിമറി, ഈ കേസ് അട്ടിമറിക്കാനുള്ള ആ ശ്രമം ബിനു വാഴമുട്ടത്തിന്റെയും അനുയായികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ കേസെടുക്കാൻ വിമുഖത കാണിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു സാഹചര്യമാണ്. അതോടൊപ്പം ഈ വിദേശ ഫണ്ട് ഉൾപ്പെടെ വലിയ രീതിയിൽ ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ പരാതിക്കാരി തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ നിരവധി ആളുകൾ ഈ സ്നേഹത്തണൽ സന്ദർശിക്കുന്നതിനായി എത്തും. അതിൽ വിദേശികളും തദ്ദേശീയമായിട്ടുള്ള ആളുകളുണ്ട്. വിദേശ ഫണ്ട് വലിയ രീതിയിൽ എത്തുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അത്തരത്തിൽ വിദേശത്ത് നിന്നുള്ള ആളുകളുടെ ഒക്കെ വലിയ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ ഒക്കെ സമ്മർദ്ദം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതിന്റെ ഫലമായാണ് ഈ കേസെടുക്കാൻ പോലീസ് വിമുഖത കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുബിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.